ഇപ്പോൾ മന്ത്രി എ കെ ബാലൻ സംസാരിക്കുകയാണ് തത്സമയം. മഹാരാഷ്ട്രയിലെ പോലെ പാവങ്ങൾ ഇവിടെയും അങ്ങനെ ജീവിക്കണം. ഈ കേരളത്തെ ഈ വിധത്തിൽ മന്ത്രി എ കെ ബാലൻ സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ എല്ലാവരും ചേർന്ന് ഇപ്പോൾ സത്യഗ്രഹ സമരം നടത്തുകയാണ് RBIയുടെ ട്രിവാൻഡ്രം ഓഫീസിന് മുന്നിൽ. മഴ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നതാണ്. മഴ നടക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ വലിയൊരു മുന്നറിയിപ്പായി തന്നെ കേന്ദ്ര സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പായി തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെയാണ് ഈ സമരം. ശിവസേന പോലെയുള്ള മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള സംഘടനകളും ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മന്ത്രിയൊക്കെ എന്ന് പറയാനുള്ള ബോധം എങ്ങനെ ഉണ്ടായി? ഞാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് രൂപത്തിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേരളം, ഈ ഇന്ത്യ രാജ്യം അകപ്പെടാൻ പോകുന്നത്? വലിയ ആശങ്കയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് പോലും 3500 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവന്റെ പെൻഷൻ ക്ഷേമ പദ്ധതി വീട്ടിലെത്തിച്ചല്ലോ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച ഈ സമീപനം ഒരു 3 മാസം മുമ്പേ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ പാവങ്ങളുടെ ആനുകൂല്യം വീട്ടിലെത്തിക്കാൻ സാധിക്കുമായിരുന്നോ? തിരുവോണത്തിന് വില നിയന്ത്രിച്ച് വിലക്കയറ്റം എന്തെന്നറിയാത്തൊരു സാഹചര്യം എങ്ങനെയാണ് ഈ കേരളത്തിൽ ഉണ്ടായത്? ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മോഡി എടുത്ത ഒരു തീരുമാനം 3 മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചാൽ ഈ കേരളത്തിലെ തിരുവോണം എങ്ങനെ ഉണ്ടാവുക? ഞാൻ മിനിഞ്ഞാന്ന് ആറളത്ത് പോയി. 1500ഓളം വരുന്ന ആദിവാസികൾ അവിടെ ഉണ്ടായിരുന്നു. ആ പാവങ്ങൾ പണിയെടുക്കുന്ന ഒരു ഫാമിലാണ്. പണിയില്ല, കൂലി കൊടുക്കുന്നില്ല. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് 2-3 മാസം കഴിഞ്ഞാൽ ഈ സ്ഥിതിയൊക്കെ മാറുമെന്നാണല്ലോ മോഡി പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉണ്ടാകില്ല. എന്ത് തെറ്റാണ് ആ പാവങ്ങൾ ചെയ്തത്? പട്ടികജാതി പട്ടികവർഗ വകുപ്പിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെ ആദിവാസി മേഖലയിൽ പോഷകാഹാരം കൊടുക്കാൻ പറ്റുമോ? അവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ? ആ പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പാവങ്ങൾക്ക് സ്ഥലം വാങ്ങി കൊടുക്കാൻ പറ്റുമോ? ഈ കേരളത്തിലെ ഈ പാവപ്പെട്ട അടിസ്ഥാന വിഭാഗത്തിലായിരിക്കും ആദ്യത്തെ മരണം സംഭവിക്കാൻ പോകുന്നത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇത് നമ്മൾ ലാഘവത്തിൽ കാണേണ്ട ഒരു കാര്യമല്ല. ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിരവധി OP-കളാണ് വന്നത്, റിട്ടയർഡികളാണ് വന്നത്. ഒരു റിട്ടയർഡിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു, ഈ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് ഇന്ത്യ രാജ്യത്തിലെ ജനതയെ ഈ ആശങ്കയിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? സുപ്രീം കോടതിയിൽ ഒരു മറുപടി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. 100 കണക്കിന് റിട്ടുകളാണ് ഇന്ന് വന്നത്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അറ്റോർണി ജനറൽ പറഞ്ഞു, ഒരു പ്രശ്നവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല, അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുക. ഇത് ജനജീവനത്തെ ബാധിക്കില്ല എന്ന ഒരു അഫിഡവിറ്റ് എങ്ങനെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും? അസാധുവാക്കിയ നോട്ടിന്റെ സ്ഥാനത്ത് പ്രസ് അവരുടെ കയ്യിലുണ്ട്, കടലാസ് അവരുടെ കയ്യിലുണ്ട്. പ്രസ് ഇല്ലാത്തതല്ലോ, കടലാസ് ഇല്ലാത്തതല്ലോ.
സാധാരണ നിലയിൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കി പ്രഖ്യാപിക്കുമ്പോ സാമാന്യ മര്യാദ വെച്ചുകൊണ്ട് എത്ര കോടിയുടെ രൂപയാണ് അസാധുവാക്കാൻ പോകുന്നത്? തജ്ജന്യമായ നോട്ടുകൾ ഈ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിലേക്ക് എത്തിക്കുന്നതിന് എന്ത് തടസ്സം? അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സമയം കൊടുക്കുന്നതിന് എന്ത് തടസ്സം? ഈ ബാങ്കിലുള്ള പണമെല്ലാം ബ്ലാക്ക് മണിയാണോ? അബ്സോർട്ടിൽ ഇൻകം ടാക്സ് പിടിക്കുന്നില്ലേ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണം കറുത്ത പണമാണോ? പണിയെടുത്ത് പാവപ്പെട്ടവർ ശമ്പളത്തിന്റെ ഇനത്തിൽ പെൻഷന്റെ ഇനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക അയാൾക്ക് പിൻവലിക്കാൻ പറ്റില്ല. എന്ത് നീതിയാണിത്? നാളെ റിട്ടയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ആനുകൂല്യങ്ങളെല്ലാം ട്രഷറിയിലാണ്. ആ ട്രഷറിയിൽ നിന്ന് ഒരാവശ്യത്തിന് പണം പിൻവലിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ബ്ലാക്ക് മണിയാണോ അത്? ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഡി ഇത് പ്രഖ്യാപിക്കാൻ സ്ഥലം വിട്ടു ജപ്പാനിലേക്ക്. തിരിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം ഒരു ഭ്രാന്താവസ്ഥയിലാണ്. എന്താ ജനങ്ങളോട് പറഞ്ഞത്? मैंने घर मैंने परिवार सब कुछ देश के लिए छोड़ा है. എന്റെ വീടും എന്റെ കുടുംബവും എല്ലാം ഞാൻ രാജ്യത്തിന് വേണ്ടി ത്യജിച്ചിരിക്കുന്നു. ഈ രൂപത്തിലുള്ള ത്യജിക്കൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വെടിവെച്ചുമല്ല ഒരു പ്രധാനമന്ത്രി പറയേണ്ടതാണ്. 5 ദിവസം കൊണ്ട് ഞാൻ ആവശ്യമുള്ള നോട്ടടിച്ച് ആവശ്യമുള്ള ബാങ്കുകളിലേക്ക് എത്തിക്കും, ATM-ലേക്ക് എത്തിക്കും. അത് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഈ രൂപത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെന്റ്, ജനവികാരം എന്തെന്ന് മനസ്സിലാക്കാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. കള്ളപ്പണത്തിന്റെ പേരിൽ, കള്ളനോട്ടിന്റെ പേരിൽ ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, ജനകീയ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനത്തെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിയ ലോകത്തിന് മാതൃകയായ ഒരു സ്ഥാപനത്തെ, ഒരു സഹകരണ സ്ഥാപനത്തെ ഇവിടെ കൊല ചെയ്യാൻ പോവുകയാണ്. അതിനെതിരായിട്ടുള്ള ജനകീയ രോഷത്തിന്റെ അഗ്നിജ്വാലയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കത്തിയത്. ഈ സന്ദേശം ഇന്ത്യ രാജ്യത്തിലെ ജനത ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിന്റെ നാന്ദിയാണിത്. മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. AK ബാലൻ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മഴയെയും അവഗണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രകാശ് കാരാട്ട് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യഗ്രഹ സമരം ഇപ്പോൾ 5.5 മണിക്കൂറിലേക്ക് പിന്നിട്ടിരിക്കുന്നു. വൈകുന്നേരം 5 മണി വരെയാണ് സത്യഗ്രഹ സമരം നടക്കുന്നത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വലിയൊരു പ്രക്ഷോഭമായി തന്നെ മാറുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സത്യഗ്രഹ സമരം. RBIയുടെ ട്രിവാൻഡ്രം ഓഫീസിന് മുന്നിലാണ് സത്യഗ്രഹ സമരം നടക്കുന്നത്. ഇതിന് പിന്തുണയുമായി കൂടുതൽ സംഘടനകൾ രംഗത്തെത്തിയ ഒരു സാഹചര്യമാണ് കാണുന്നത്. കൈതമന്യേ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനത്തെ അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുള്ള ശിവസേന പോലെയുള്ള സംഘടനകളും ഈ ഒരു സമരത്തിന് പിന്തുണയുമായി എത്തിയത് ഒരുപക്ഷെ കൂടുതൽ ജനങ്ങളുടെയൊക്കെ പങ്കാളിത്തം ഇതിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ പ്രകാശ് കാരാട്ട് സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. Chief Minister, Comrade Pinarayi Vijayan, members of the Cabinet, and comrades and friends. Today, Reserve Bank of India office
ഈ പ്രകാശ് കാരാട്ടിന്റെ വാക്കുകളിലേക്ക് എത്താം. ഏതായാലും ദേശീയ പ്രക്ഷോഭമായി തന്നെ ഈ ഒരു സമരത്തിന്റെ പിന്തുടർച്ചയെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് CPIM എടുത്തിരിക്കുന്നത്. നേരത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ നേതാക്കൾ ഇതിന് പിന്തുണയുമായി സത്യഗ്രഹ സമരത്തിന് എത്തുന്നത്. പ്രകാശ് കാരാട്ടിന്റെ വാക്കുകൾ. Every section of the people of India are suffering. The Prime Minister of our country declared a war on corruption by withdrawing the 500 and 1,000 rupee notes. Declared a war on black money. But actually what is happening is a war on the people. And you must be aware, 47 people have died since this declaration on the night of November 8th. And yesterday, the government has further increase the suffering of the people, making a mockery of their difficulties. Till yesterday, people were standing in line in queues. അതിലേക്കെത്താം. ഇപ്പോൾ പ്രകാശ് കാരാട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. വൈകുന്നേരം 5 മണി വരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ ഇന്ന് സത്യഗ്രഹം അനുഷ്ഠിക്കുന്നത്. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഇന്നിപ്പോൾ സത്യഗ്രഹ സമരം നടത്തുന്നത്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടായത്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു എങ്കിൽ കൂടിയും തലസ്ഥാനത്തെ ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ പിന്തുണയുമായി ജനങ്ങൾ അണിചേരുന്ന ഒരു വേദി കൂടിയായി മാറുകയാണ് ഈ സത്യഗ്രഹ സമരം. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഗൂഢാലോചനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ RBIയുടെ ട്രിവാൻഡ്രം ഓഫീസിന് മുന്നിൽ സത്യഗ്രഹ സമരം നടക്കുകയാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമാണ് സത്യഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അവിടെ പ്രകാശ് കാരാട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സീതാറാം യെച്ചൂരി അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കൾ അവിടെ എത്തി സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രതിഷേധം ദേശീയ പ്രക്ഷോഭമായി തന്നെ മാറ്റാനുള്ള ഒരു തീരുമാനമാണ് ഈ നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് യെച്ചൂരി പറഞ്ഞത്. പ്രകാശ് കാരാട്ടിന്റെ വാക്കുകളിലേക്ക്. Wherever the state governments and ruling parties are there, they are saying you will destroy our rural economy by doing this. Kerala has suffered the most because it has such a wide network of primary cooperative banks and other cooperative institutions. But here, to our surprise, we found that the Bharatiya Janata Party is actually demanding this by making the false claim that these are the banks through which black money is funneled out. They should hear their leaders from Gujarat, the BJP ministers, the BJP members of parliament have all gone to the central government saying our cooperative institutions are getting destroyed. Millions of farmers are getting affected. But despite all the representations made, Comrade Pinarayi Vijayan and Thomas Isaac had gone and met the finance minister about this. Today, all the MPs from Kerala have met the finance minister. And from other states also they've gone. But they are not withdrawn this directive of the Reserve Bank of India. So that is why I say, whatever the reasons given for this ill-conceived measure to withdraw 500 and 1,000 rupee notes, we have to now fight for the rights of the people.
all sections of the people who are affected. We have to compel the government to see that all transactions, including transactions by the cooperative banks, using the old 500 and 1000 rupee notes are allowed till the government is able to supply adequate and sufficient currency for all the institutions and for the people. Till then, and they have given a date of December 30th for exchanging this money. After that, it will not be there. So make that till 30th December, allow the people, allow the businesses, allow the shops, allow the cooperative banks, everyone to be able to utilize the old notes. This is the only way you can solve the problem. So the Prime Minister and the central government must not stand on false prestige. They must accept that they have made a blunder by introducing this measure. If they have any iota of concern for the people, for their suffering, for the millions of people who cannot earn their livelihood, cannot buy essential commodities, cannot provide medicines and treatment for their children and family members. If they have any concern for this, they should take this decision. And I congratulate the Cabinet and the Kerala government, the LDF government, for taking the lead in organizing this protest action outside the Reserve Bank of India. We are discussing now that we should build a powerful, united movement all over the country. We are going to join hands with all political parties, organizations who say that stop this attack on the people, stop this attack on the people's rights. And I hope that through such a powerful movement as initiated here in Kerala by the LDF government itself, we will succeed in getting the rights of the people, ensuring that justice is done for the people. Thank you very much. പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ കമൽ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. കമലിന് സ്വാഗതം ആശംസിക്കുന്നു. കമലിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ആരാധനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ശ്രീ പ്രകാശ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് എല്ലാ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെ മൊത്തം നേതൃത്വത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന, സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൽ ഇതുപോലെ ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് വന്നതിന് ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും എല്ലാ മന്ത്രിസഭാ അംഗങ്ങളെയും പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരിതം എന്ന് തന്നെ പറയാം. ഇതൊരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് സാമാന്യ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ തള്ളിവിടുന്ന രീതിയിലേക്ക്
ഈ അവസ്ഥ മാറിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥതയും ഒപ്പം ദീർഘവീക്ഷണം ഇല്ലായ്മയുടെയും വലിയ തെളിവായിട്ട് തന്നെ വേണം നമുക്കതിനെ കണക്കാക്കാൻ. ഒപ്പം സാമാന്യ ജനത്തെ മുഖവിലക്കെടുക്കാതെ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ധൃതി പിടിച്ചുള്ള നീക്കം എന്ന് നമുക്കെല്ലാവർക്കും തോന്നിപ്പോവുകയാണ്, നമ്മളെല്ലാവർക്കും സംശയിച്ചു പോവുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് തീരുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. അതല്ലെങ്കിൽ ഭരണകൂടം ഇതിന് ഒരു പ്രതിവിധിയുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. മറ്റെന്ത് രാഷ്ട്രീയം പറഞ്ഞാലും ശരി, ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. കേരളത്തിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും സഹകരണ സംഘങ്ങളെ, സഹകരണ ബാങ്കുകളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുപോലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. എങ്കിലും കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തിലെയും എല്ലാ സാധാരണ ജനങ്ങളോടൊപ്പം അണിചേർന്നുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സർക്കാരിന്റെ നേതൃത്വത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യഗ്രഹ സമരത്തിന് എതിരെ ഇപ്പോൾ നടക്കുന്ന സത്യഗ്രഹ സമരത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ നിരവധി ആളുകളാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രംഗത്തെത്തുന്നത്. ഇപ്പോൾ വിവിധ ആളുകൾ, ജനങ്ങൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകൾ, എഴുത്തുകാർ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ സത്യഗ്രഹ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. നിരവധിയായ ജനങ്ങൾ ഇതിനു മുൻപേ തന്നെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ശിവസേന പോലെയുള്ള സംഘടനകളും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രംഗത്തുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ സഹകരണ മേഖലയോടുള്ള സമീപനത്തിന് എതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യഗ്രഹ സമരം 5 മണി വരെയാണ് നടക്കുക. ഏതായാലും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ശ്രദ്ധേയമാവുകയാണ് ഇങ്ങനെ ഒരു സമരം. കേന്ദ്ര സർക്കാരിന് വലിയൊരു മുന്നറിയിപ്പായി തന്നെ ഇങ്ങനെ സമരം മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലസ്ഥാന നഗരി ഒന്നാകെ അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം, സമരമുഖത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢശ്രമങ്ങൾക്ക് എതിരെ സത്യഗ്രഹ സമരം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം മന്ത്രിമാർ എന്നിവരുടെ എല്ലാം നേതൃത്വത്തിൽ. CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ CPI നേതാവ് പദ്യൻ രവീന്ദ്രൻ സംസാരിക്കുകയാണ് തത്സമയം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, വേദിയിലുള്ള സഹമന്ത്രിമാരെ, പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേരളത്തിലെ ഭരിക്കുന്ന ഗവൺമെൻറ്റും കേരളത്തിലെ ജനങ്ങളും ആകമാനം ശക്തമായ പ്രതിഷേധത്തിനാണ് ഇവിടെ എത്തിച്ചേർന്നത്. കാരണം നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് നമ്മുടെ സഹകരണ ബാങ്ക്. സഹകരണം വന്നാൽ വലിയ പിടി അവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ബാങ്കുകളിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ബാങ്ക്. നമ്മൾ ഓഹരി എടുക്കുന്നു, നമ്മളെ കരുതൽ സംഖ്യ ശേഖരിച്ചു വെക്കുന്നു, നമ്മളത് ആവശ്യത്തിന് വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും ഉപയോഗിക്കുന്നു. ഇതാണ് കേരളത്തിലെ ബാങ്ക്. ആ ബാങ്ക് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് മുഖ്യമായ പങ്ക് വഹിച്ചതാണ്. ഇതാരുടെയെങ്കിലും ഒരു പ്രത്യേക തരത്തിൽ ലാഭമുണ്ടാക്കാനുള്ള സ്ഥാപനമല്ല. പാവപ്പെട്ട മനുഷ്യന് അവരുടെ പണം കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിക്കാൻ അടുത്തുള്ള ഒരു ധനകാര്യ സ്ഥാപനം.
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഒരു ബാങ്ക് കണ്ടുകിട്ടാൻ ഒരുപാട് കിലോമീറ്റർ പോകണം. 24 കിലോമീറ്റർ പോകേണ്ട സംസ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ബാങ്ക് നമ്മൾ നടന്നു പോകാവുന്ന ദൂരത്തിലാണ്. പ്രാദേശികമായി ജനങ്ങളെല്ലാം ബാങ്കിൽ ഒരുമിച്ച് സംഘടിച്ചു. പഴയ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടോ? കേരളത്തിലുണ്ടായിരുന്ന ബ്ലേഡ് കമ്പനികളായിരുന്നു. ആ ബ്ലേഡ് കമ്പനികൾ, ഒരു ബ്ലേഡ് കമ്പനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവല്ലോ, ലാ ബെല്ല എന്ന പേര്. ആ മുതലാളിന്റെ പേര് രാജൻ എന്ന. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ലാഭമില്ല എന്നാണ്. പാല, നിങ്ങൾക്കറിയാം, പാലാ ബാങ്ക് ഈ കേരളത്തിലുണ്ടായതാ. ഒരു ദിവസം കേട്ട് പാലാ ബാങ്ക് പോയി. എന്ത് പോയി? പാലൊഴുകും പോലെ ഒഴുകിപ്പോയി. വേറെ നിങ്ങൾക്കറിയാലോ, അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ലാ ബെല്ല എന്നതുപോലെ ഇവിടെ ഒന്നുണ്ടായിരുന്നു, ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വേണ്ടി, എനിക്കൊന്നും വേണ്ട എന്നാ. ഇതെല്ലാം ഈ ഏർപ്പാട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണിത്. കാർഷിക മേഖലയിലുണ്ട്, മനുഷ്യന്റെ ആരോഗ്യ മേഖലയിലുണ്ട്, ഇവിടുത്തെ വ്യാപാര മേഖലയിൽ മനുഷ്യരെ സഹായിക്കാനുണ്ട്, ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. ഏത് കാര്യത്തിനും പണം വേണോ, നേരെ ബാങ്ക് പോവും. ഏത് ബാങ്ക്? പ്രാദേശിക ബാങ്ക്. ആ ബാങ്ക് നമ്മുടെ നാട്ടിലെ രക്തധമനികൾ പോലെ. ആ ബാങ്കിലാണ് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആ ബാങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വിനിമയ ഏർപ്പാടുകൾ ഈ കേന്ദ്ര ഗവൺമെന്റിന് നേരത്തെ അസൂയുണ്ട് കേട്ടോ. ഈ RBI എന്ന് പറയുന്ന സ്ഥാപനമുണ്ടല്ലോ, അവർ നേരത്തെ നോട്ട് വിട്ടതാ. ആ നോട്ട് വിട്ടപ്പോഴോ നമ്മുടെ നാട്ടിലെ വിവരമുള്ള ആളുകളെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട. കാരണം എന്താ? അത് മര്യാദക്കാരാ. ഈ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന പണം തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. ഇത് കള്ളപ്പണമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഇല്ല. ഈ പറയുന്ന ആൾക്ക് കള്ളപ്പണത്തെ പറ്റി വലിയ പിടിയുണ്ടോ? അതുമില്ല. നിങ്ങൾ നോക്കണം, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ കർണാടക. അവിടെ ഒരു കല്യാണം നടന്നല്ലോ, കൊച്ചു കല്യാണം കേട്ടോ. കൊച്ചു കല്യാണം എത്ര? 500 കോടി. കല്യാണ കത്തിനോ 10,000. ഏത് കത്ത്? ഒരാളെ കത്ത്. പെണ്ണിന് സ്വർണമോ 8.5 കോടി. പെണ്ണ് സാരിയോ 10 കോടി. കാരണം പാവം കല്യാണ. ഇത് തൊടാൻ വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ അങ്ങോട്ട് നോക്കിയോ? ഇല്ല. BJP പോയോ? ഇല്ല. കേന്ദ്ര ഗവൺമെന്റ് പോയോ? ഇല്ല. സാക്ഷാൽ കർണാടകയിലെ BJP നേതാക്കന്മാരെല്ലാം പോയി നല്ലോണം ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ച്. ആരെ ഭക്ഷണം? മുതലാളിന്റെ. ഏതാ മുതലാളി? കനി മുതലാളി. എത്ര ചെലവാക്കുന്നത്? 500 കോടി. നല്ലോണം കൂടിയില്ലേ? കൂടി. അവിടെ കള്ളപ്പണം ഉണ്ടോ? അറിയില്ല. നോക്കിയോ? നോക്കൂല്ല. കാരണം എന്താ? സ്വന്തക്കാരാ. അതുകൊണ്ടോ പൊട്ടടിക്കാം. നാട്ടുകാരനോ ഒരു പൈസയുമില്ല. ഈ പാവപ്പെട്ട മനുഷ്യന് ഈ 2000 രൂപയുടെ നോട്ട് എന്ന് പറഞ്ഞാൽ പൊളിക്കാ തേക പോലല്ലേ. എന്റെ കയ്യിലുണ്ടായിരുന്നു 2000 കേട്ടോ. 4,500 നോട്ട് ആകെ ഉള്ള എന്റെ ബാലൻസാ. കാരണം പെൻഷന്റെ ബാക്കി. അതും കള്ളപ്പണം എന്ന് പറയില്ലല്ലോ മിസ്റ്റർ മോഡി. കള്ളപ്പണം എന്ന് പറയില്ലല്ലോ. പെൻഷന്റെ സംഖ്യ 2000 രൂപ ഉണ്ടായിരുന്നു. 2000 എടുക്കുന്നില്ല. എന്താ പറയുന്നത്? എടുത്തുകൂടാ. ആര് പറഞ്ഞ്? മോഡി. എന്താണ്? എടുത്തുകൂടാ. കാരണം എന്താ? അതിന് സാധ്യതയില്ല. ആരാ പറയുന്നത്? മോഡിക്ക് എന്താ അവകാശം? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്താണ് അവകാശം? എന്റെ കയ്യിലുള്ള കാശ്, എന്റെ നിയമാനുസൃതമുള്ള കാശ്, എനിക്ക് കിട്ടുന്ന പെൻഷൻ സംഖ്യ, ആ സംഖ്യ ബാങ്കിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹാരാ? ആരാ മിസ്റ്റർ മോഡി? നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ളത് ശരിയാ. പക്ഷെ പാവപ്പെട്ടവൻ പാടുപെട്ട് പണിയെടുത്ത് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാശ്, ആ കാശ് എടുക്കാൻ പാടില്ലെന്ന് പറയാം. ഈ രാജ്യത്ത് ഒരു ഭരണാധികാരിക്ക് അധികാരമില്ല. അതാ മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം. ഏതാ കള്ളപ്പണം? ഏതാ കള്ളപ്പണം? കള്ളപ്പണത്തിന്റെ പേരിൽ പറയുന്നത്. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചിട്ട് 47 ഇന്ത്യക്കാർ ക്യൂ നിന്ന് മരിച്ചു. അവർ രക്തസാക്ഷികളായി. മിസ്റ്റർ മോഡി, അവരെ ഈ മരിച്ചാലുള്ള ഉത്തരവാദിത്വം താങ്കൾക്കല്ലേ? ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരിക്കല്ലേ? നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിലും മരുന്ന് വാങ്ങണം. മരുന്ന് വാങ്ങാൻ കാശുണ്ട്. ഉള്ളതെല്ലാം 500 റിസർവ് ബാങ്കിന്റെ കാശ്.
മരുന്ന് കിട്ടിയോ? ഇല്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയോ? ഇല്ല. കുട്ടി മരിച്ചില്ലേ? മരിച്ച്. ഈ കുമ്മനം രാജശേഖരൻ വല്ലതും പറയോ? ഇല്ല. മോഡിക്കറിയോ? ഇല്ല. ഈ നാട്ടിലെ കുച്ച് നാളെ നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിലെ നല്ല പൗരന്മാരെ വളരേണ്ട ഈ കൊച്ചു കുഞ്ഞ് മരിച്ചതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? 47 പേരുടെ ജീവനും പോയതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നേരത്തെ ഇതുപോലെ നോട്ട് പിൻവലിച്ച കാര്യം മോഡിക്കറിയില്ല. മോഡിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളല്ല കേട്ടോ. അയാളെ കുറ്റം പറഞ്ഞാൽ അറിയില്ല. നേരത്തെ പിൻവലിച്ചിരുന്നു 1978 മറക്കരുത്. അന്ന് ഇതുപോലൊരു സംഭവം എവിടെയില്ലല്ലോ. അന്ന് ബാങ്കിൽ പണമെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ? ഇല്ല. അന്ന് ആളുകൾക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഇല്ല. കല്യാണത്തിന് കൊണ്ടുവച്ച പൈസ കൃത്യമായി ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാം. കാരണം എന്താ? കള്ളപ്പണമല്ല. എവിടുന്നാ? ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മളെ ബാങ്കിൽ നിന്ന് എടുത്തൊരു കാശ്, ഒരു ഓപ്പറേഷൻ വേണ്ടി എടുത്ത 5 ലക്ഷം രൂപ ഓപ്പറേഷൻ വേണ്ടി എടുത്ത ബാങ്കിൽ നിന്ന് ഓപ്പറേഷൻ വേണ്ടി എടുത്തിട്ട് അന്ന് രാത്രി ഒടുക്കത്തെ നിരോധനം. ആരത്? മോഡിന്റെ. എന്താ പറഞ്ഞേ? ഇനി ആരും വേണ്ട, നിങ്ങൾ എല്ലാരും സഹിച്ചുകൊള്ളണം. എന്താണ് ത്യാഗം? ആര്? ഇന്ത്യക്കാര്. ഞാനോ ത്യാഗം ചെയ്യ. എന്താണ്? പറക്കുന്നത്. എവിടേക്ക്? ജപ്പാനിലേക്ക്. അതൊരു മഹാത്യാഗാണ്. 56 ഇഞ്ച് നെഞ്ചുണ്ട്, അതുകൊണ്ട് ലോകം മുഴുവൻ പറക്കാം. അതൊരു മഹാപാവമാണ്. എന്ത് ത്യാഗം? എന്ത് ത്യാഗമാണ്? നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പൊ റിസർവ് ബാങ്ക് അടിച്ചിരിക്കുന്ന നോട്ടില്ലേ, ആ നോട്ടിൽ 84% നോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ 100 രൂപയുടെയും നോട്ടും, അതുപോലെ 100ഉം 50ഉം താഴെയാ. ബാക്കിയോ 500ഉം 1000 രൂപ. ഏത് കഴിച്ച് ബാക്കി വരുന്ന എല്ലാം 86% 500 1000 നോട്ടാ. ആ നോട്ടിന് പകരമുണ്ടോ? ഇല്ല. അത് കൊടുത്താലോ തിരിച്ചു കിട്ടും. എന്താണ്? പൊളിയാ തേങ്ങ. ഏതാണ്? 2000 നോട്ട്. അതുകൊണ്ടായാലോ എവിടെ സാധനം കിട്ടൂല. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല. ചായ കുടിക്കാൻ പറ്റുമോ? ഇല്ല. എവിടെയും ഇല്ല. ഓറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? 2000 പൊളിക്കാത്തതാണ്. ആര് തന്നത്? മോഡി വന്നത്. രാജശേഖരൻ എന്താ പറയുന്നത്? അത് നല്ലതാണ്. കാരണം നാട് നന്നാക്കാനാണ്. എവിടെ? BJP-ക്കാരോട് ഒരു ചോദിക്കാം, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ നാട്ടിൽ പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിറ്റേന്ന് ഇന്ത്യ മഹാരാജ്യത്ത് വിദേശത്ത് കൊണ്ടുപോയി ബാങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വിസ് ബാങ്ക് പോലുള്ള ബാങ്കുകൾ വെച്ചിരിക്കുന്ന ആ കാശ് ഞങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തരും. ആർക്ക്? ഇന്ത്യക്കാർക്ക്. ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും. പാവപ്പെട്ടവൻ മനസ്സിലാക്കോ, നിങ്ങൾക്ക് കിട്ടാൻ പോവാ. എന്താണ് അതിന്റെ വിഹിതം? ആര് തരും? മോഡി തരും. പറഞ്ഞോ? പറഞ്ഞു. എത്ര തരും? 15 ലക്ഷം. എല്ലാരും സന്തോഷം. കിട്ടാൻ പോകുന്ന 15 ലക്ഷം. ആരത്? മോഡിൻ്റെത്. കാരണം എന്താ? കള്ളപ്പണ. മോഡി പറഞ്ഞത് പിടിച്ചെടുത്ത് തരും. പറഞ്ഞില്ലേ BJP-ക്കാരാ? എവിടെ പോയി? 2.5 വർഷക്കാലമായ 15 ലക്ഷത്തിന് വല്ലതും പിടിച്ചെടുത്തോ? ഇല്ല. ഇല്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഇതുപോലെ പണം കൊണ്ടുപോയി വിദേശത്ത് വെച്ചിരിക്കുന്ന വമ്പം മുതലാളിമാരോട് ഒരു സൗജന്യം, നിങ്ങളെ പണം എത്രയാന്ന് പറഞ്ഞാൽ മതി, എല്ലാം വെളുപ്പിച്ചു തരാം. എങ്ങനെയുണ്ട്? പാവപ്പെട്ട നമ്മൾ കൊണ്ടുപോയി ബാങ്കിലിട്ട പൈസ കിട്ടൂല, മുതലാളിന്റെ പൈസ വെളുപ്പിച്ചു തരും. ഇപ്പൊ കണ്ടല്ലോ, നമ്മുടെ ഒരു വലിയ ബാങ്കുണ്ട് SBI, അറിയാലോ? SBI SBTയെ കൊണ്ടുപോയി വിഴുങ്ങാൻ തീരുമാനിച്ച SBI. എന്താ പറഞ്ഞ ന്യായം? SBI എന്ന് പറയുന്ന കാര്യക്ഷമതയുള്ള ബാങ്കാണ്, സ്റ്റേറ്റ് ബാങ്ക് എല്ലാം അതിൽ കൊണ്ടുപോയി ചേർക്കണം എന്ന് പറഞ്ഞു. ഈ SBT എന്ന് പറയുന്ന കേരളത്തിന്റെ സ്വന്തം ബാങ്കിനെ കൊണ്ടുപോയി വിഴുങ്ങാൻ വേണ്ടി പച്ചക്കൊടി കാണിച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ഇപ്പോഴെന്ന് പറയുന്നത് മല്യ. ആരാ? വിജയ് മല്യ. ആളാരാ? കള്ളു മുതലാളി. എവിടെയുള്ളത്? കർണാടകത്തില്. അയാൾ എവിടെയാ? രക്ഷപ്പെട്ട്. എങ്ങനെയാ രക്ഷപ്പെട്ട? വിമാനത്തില്. അയാൾക്കോ സ്വന്തം വിമാനമുണ്ട്. എന്താ പേര്? കിങ്ഫിഷർ. നമ്മുടെ മിനിസ്റ്റർ നോക്കുക. ഞാൻ പറയാ, അറിയോ താങ്കൾക്ക്? ഞാൻ പാർലമെന്റ് മെമ്പറായിരിക്കുമ്പോൾ ഇദ്ദേഹം വന്ന് പാർലമെന്റ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ എല്ലാ പാർലമെന്റ് മെമ്പർമാർക്കും ഓരോ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ നടത്തുന്ന സത്യഗ്രഹ സമരത്തിൽ രവീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.